ചന്ദ്രഗുപ്തൻ രണ്ടാമൻ AD 413 മരണപ്പെടുന്നത്. അതിനുശേഷം അധികാരത്തിലേറുന്നത് മകനായിരുന്ന കുമാരഗുപ്തനാണ്. AD 455 വരെ തുടർന്ന നീണ്ട ഒരു ഭരണകാലമായിരുന്നു കുമാരഗുപ്തൻ്റേത്. എങ്കിലും ഗുപ്ത സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ചരിത്രം പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെയും കുമാരഗുപ്തൻ്റെ പേരിനും ജീവിതത്തിനും വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടാറില്ല. ഇത്രയും നീണ്ടകാലം ഭരണം നടത്തിയിട്ടും വലിയ യുദ്ധവിജയങ്ങളോ കീഴടക്കലുകളോ ഒന്നും തന്നെ കുമാരഗുപ്തനുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അതിനൊരു കാരണമായി പൊതുവെ പറയുന്നത്. എന്നാൽ ഇതിന് മറുപുറം കൂടി ചിന്തിക്കാമല്ലോ. തൻ്റെ ദീർഘമായ ഭരണകാലയളവിൽ എങ്ങും തന്നെ ആ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾക്കോ സമാധാന അന്തരീക്ഷത്തിനോ ഒന്നും തന്നെ ഒരു കോട്ടവും വരുത്താതെ ഭരണം നടത്താൻ കുമാരഗുപ്തന് സാധിക്കുന്നുണ്ട്. ശക്തനായ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ അത്രയും വലിയൊരു സാമ്രാജ്യത്തെ കെട്ടുറപ്പോടെ ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അതുപോലെ അവസാന കാലങ്ങളിൽ രാജകുമാരനായ സ്കന്ദഗുപ്തൻ എതിരാളികളെ നേരിടാൻ ഇറങ്ങുമ്പോഴും ഗുപ്ത സാമ്രാജ്യത്തിന് ശക്തമായൊരു സൈന്യമൊക്കെ നിലവിലുണ്ടായിരുന്നു. അതിൻ്റെയും അർത്ഥം രാജ്യം കുമാരഗുപ്തൻ്റെ കാലത്ത് കെട്ടുറപ്പോടെ തന്നെ നിലനിന്നിരുന്നു എന്നതാണല്ലോ. ബിൽസദ് ഇൻസ്ക്രിപ്ഷൻ പ്രകാരം കുമാരഗുപ്തൻ്റെ ഭരണകാലത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നത് AD 415 മുതലാണ്. 4 സമുദ്രങ്ങൾക്കും നാഥൻ, ഭൂമിയുടെ രാജാവ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കാണാവുന്നതാണ്. അത്രയും വലിയൊരു സാമ്രാജ്യമാണല്ലോ അദ്ദേഹം ഭരണം നടത്തുന്നത്. 436 AD രേഖപ്പെടുത്തൽ അനുസരിച്ച് ഉത്തരമേഖലയിൽ ഹിമാലയൻ മലനിരകളും ദക്ഷിണഭാഗത്ത് വിന്ധ്യാനിരകളും കിഴക്ക് പടിഞ്ഞാറ് സമുദ്രങ്ങളും അതിരുകളുമായി നിലനിൽക്കുന്ന സാമ്രാജ്യത്തിൻ്റെ നായകനാണ് കുമാരഗുപ്തൻ. ഒരുപക്ഷെ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയുള്ള കാലവും ഇതുതന്നെയാവാം. കുമാരഗുപ്തൻ്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ട് കീഴ്പ്പെടുത്തലുകളൊന്നും തന്നെ അധികമായി എവിടെയും കാണാനാവില്ല. എങ്കിലും ഇദ്ദേഹം മാൽവ മേഖലകൾ കീഴടക്കി തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തതായി ചിലയിടത്ത് പറയുന്നുണ്ട്. അതുപോലെ നർമ്മദ കടന്ന് ദക്ഷിണ മേഖലകളിലേക്കും തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചതായി പറയുന്നുണ്ട്. അതുവഴി വാഗാടകരുമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീണതായും അതുപോലെ പുഷ്യമിത്രരുമായുള്ള യുദ്ധത്തിന് വഴിയൊരുക്കിയതായും കാണാം. ഇദ്ദേഹത്തിൻ്റെ നീണ്ട ഭരണകാലത്തിൽ രാജ്യമേഖലകളിൽ പൊതുവെ സമാധാനം നിലനിന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് നളന്ദ സർവകലാശാലയുടെയൊക്കെ തുടക്കം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി ക്ഷേത്രങ്ങളും തകർന്ന മേഖലകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുമൊക്കെ കുമാരഗുപ്തൻ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഭരണകാലത്തെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും നിർണായകമായ നാണയങ്ങൾ കുമാരഗുപ്തനുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ആനപ്പുറത്തും കുതിരപ്പുറത്തും പട നയിക്കുന്നവരായുള്ള നാണയങ്ങൾ അദ്ദേഹം സൈനിക നടപടികളിലും വ്യാപൃതനായിരുന്നു എന്നതിന് ബലമേകും. രേഖപ്പെടുത്തലുകളിൽ പൊതുവെ കുമാരഗുപ്തൻ്റെ ഭാര്യയായി ആനന്ദദേവിയെ മാത്രമാണ് കാണാനാവുക. ഇവർ കടമ്പദേശത്തെ രാജകുമാരിയായിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തുടർന്ന് രാജാവായിട്ടുള്ള സ്കന്ദഗുപ്തൻ്റെ മാതാവ് ഇവർ ആയിരുന്നില്ല എന്ന കാര്യം കൂടി ഓർക്കുക. കുമാരഗുപ്തൻ്റെ കാലത്ത് സാമ്രാജ്യത്തിന് ക്ഷീണമോ തിരിച്ചടികളോ ലഭിക്കുന്നില്ല. മുൻഗാമികൾ കീഴടക്കിയതുപോലെ വലിയ ദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും കുമാരഗുപ്തനും കീഴടക്കലുകൾ നടത്തിയിട്ടുണ്ടാവാം. ഗുപ്ത സാമ്രാജ്യം കീഴടക്കിയ മേഖലകളിൽ നിന്നെല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള നാണയങ്ങളും ലഭിച്ചിട്ടുണ്ട്. കുമാരഗുപ്തന് മഹേന്ദ്രാദിത്യ, ശ്രീമഹേന്ദ്ര, അശ്വമേധ മഹേന്ദ്ര പോലുള്ള വിശേഷണങ്ങൾ നൽകിയതായും കാണാം. അതുപോലെ അദ്ദേഹം അശ്വമേധ യാഗം നടത്തിയതിനെക്കുറിച്ചും രേഖപ്പെടുത്തലുകളുണ്ട്. അദ്ദേഹം ശക്തനായ ഒരു ഭരണാധികാരി ആയിരുന്നത് കൊണ്ട് തന്നെ പതിറ്റാണ്ടുകൾ സാമ്രാജ്യം ഭദ്രതയോടെ നിലനിന്നു എന്ന് പറയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് വൈഷ്ണവ മതത്തിൻ്റെയും കലാസാംസ്കാരിക മേഖലകളുടെയും ഒക്കെ വികസനത്തിന് കുമാരഗുപ്തൻ നിർണായക സ്ഥാനമായി നിലകൊള്ളുകയുണ്ടായി. പതിറ്റാണ്ടുകൾ സാമ്രാജ്യത്തെ കെട്ടുറപ്പോടെ സംരക്ഷിച്ച കുമാരഗുപ്തന് അവസാന കാലത്ത് മാത്രമാണ് ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായി വരുന്നത്. പുഷ്യമിത്ര വർഗ്ഗക്കാർ ഗുപ്ത സാമ്രാജ്യം ആക്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കാലശേഷം മകനായ സ്കന്ദഗുപ്തൻ ഹൂണരെ തോൽപ്പിച്ചപ്പോഴും സാമ്രാജ്യത്തിൻ്റെ സൈനിക ശക്തി അതുപോലെ നിലനിന്നിരുന്നു എന്നും അനുമാനിക്കാം. ഗുപ്ത ചരിത്രത്തിൽ അധികമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നൽകിയ ആ വലിയ ഗുപ്ത സാമ്രാജ്യത്തെ യാതൊരു കോട്ടവും വരുത്താതെ നിലനിർത്തിയ 40 വർഷത്തോളം കാലം ദീർഘമായി ഭരിച്ച അതിശക്തനായ രാജാവായിരുന്നു കുമാരഗുപ്തൻ എന്ന് നിസ്സംശയം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗുപ്ത ചരിത്രത്തിൽ വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു നായകനായി കൂടി കുമാരഗുപ്തൻ നിലനിൽക്കുന്നു. കുമാരഗുപ്തൻ്റെ അവസാന കാലത്ത് അതിർത്തി മേഖലകളിൽ യുദ്ധങ്ങൾ ഉണ്ടായിരുന്ന കാര്യം പറയുകയുണ്ടായല്ലോ. അതിൻ്റെ നായകനായി ഉണ്ടായിരുന്നത് മകനായ രാജകുമാരനായിട്ടുള്ള സ്കന്ദഗുപ്തനാണ്. നോർത്ത് വെസ്റ്റ് മേഖലയിൽ
ഹൂണരുടെ ആക്രമണങ്ങളെ സ്കന്ദഗുപ്തൻ നേരിടുന്ന സമയത്താണ് കുമാരഗുപ്തൻ മരണപ്പെടുന്നത്. രാജനഗരിയിൽ സ്കന്ദഗുപ്തൻ ഇല്ലാത്തത് കുമാരഗുപ്തൻ്റെ മറ്റു മക്കൾ ആ സ്ഥാനം നേടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കലഹത്തിന് വഴിവെച്ചെന്നും പുരുഗുപ്ത താൽക്കാലിക രാജാവായെന്നുമൊക്കെ പറഞ്ഞു കാണുന്നുണ്ട്. എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകളുടെ അഭാവവുമുണ്ട്. ഏതായാലും അധികം താമസിയാതെ തന്നെ സ്കന്ദഗുപ്തൻ രാജ്യത്തിൻ്റെ നായകനായി തീരുകയാണ്. കുമാരഗുപ്തൻ്റെ മക്കളിൽ ആദ്യം രാജാവാകേണ്ട ആളൊന്നുമായിരുന്നില്ല സത്യത്തിൽ സ്കന്ദഗുപ്ത. രേഖപ്പെടുത്തലുകളിൽ കുമാരഗുപ്തൻ്റെ രാജ്ഞിയായി ആനന്ദദേവിയെ കാണാമെങ്കിലും അവരായിരുന്നില്ല സ്കന്ദഗുപ്തൻ്റെ അമ്മ എന്നതും ഓർക്കുക. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്കന്ദഗുപ്തന് സഹോദരന്മാരുമായി അധികാര പോരാട്ടത്തിൽ ഏർപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടാവും എന്നാണ് ചില ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. സ്കന്ദഗുപ്തനെ പറ്റി ഒട്ടനവധി രേഖപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും അതിൽ പ്രധാനം ഭിതാരി സ്റ്റോൺ പില്ലർ ഇൻസ്ക്രിപ്ഷൻ തന്നെയാണ്. അതിൽ തന്നെ രാജമേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അതിനെയൊക്കെ സ്കന്ദഗുപ്തൻ അതിജീവിച്ചെന്നും പറയുന്നുണ്ട്. അതിനെ അധികാര തർക്കമായി കാണുന്നവരുമുണ്ട്. എന്നാൽ അത് ഹൂണരുമായുള്ള യുദ്ധം, പ്രവിശ്യകളിലെ പ്രശ്നങ്ങൾ എന്നൊക്കെ വാദിക്കുന്നവരുമുണ്ട്. ഏതായാലും ചരിത്ര രേഖപ്പെടുത്തലുകൾ അനുസരിച്ച് സ്കന്ദഗുപ്ത എന്നത് കുമാരഗുപ്തൻ്റെ മക്കളിൽ ഏറ്റവും കഴിവുറ്റവൻ തന്നെയായിരുന്നു എന്നതിൽ തർക്കമില്ല. അതുമാത്രമല്ല, ഗുപ്ത സാമ്രാജ്യത്തിൽ പൊതുവെ മക്കൾ അധികാരത്തിൽ വരുമ്പോൾ സ്ഥാനത്തിനു പകരം ഏറ്റവും കഴിവുറ്റവരെയാണ് പിതാവ് തിരഞ്ഞെടുത്തിരുന്നത്. ആഭ്യന്തര പ്രശ്നം ഉണ്ടാവാതിരിക്കാനായി പിതാവ് തന്നെ കോർട്ടിലത് പ്രഖ്യാപിക്കുന്നതും കാണാം. ഇവിടെയും കുമാരഗുപ്തൻ തൻ്റെ പിൻഗാമിയായി സ്കന്ദഗുപ്തനെ പ്രഖ്യാപിക്കുന്നുണ്ട്. പല മക്കളും പല പ്രവിശ്യകളുടെ നായകരായി നിലനിന്നിട്ടുണ്ടെങ്കിൽ പോലും എതിരാളികളെ നേരിടാൻ നിയോഗിക്കപ്പെടുന്നത് സ്കന്ദഗുപ്തൻ തന്നെയാണ്. സ്കന്ദഗുപ്തൻ്റെ ചരിത്ര എഴുത്തുകളിൽ ഏറ്റവും മികച്ച കഴിവുറ്റ മിലിറ്ററി കമാൻഡർ എന്നൊക്കെ കാണാം. കുമാരഗുപ്തൻ്റെ മക്കളിൽ ഏറ്റവും കഴിവുറ്റവരും സ്കന്ദഗുപ്തൻ തന്നെ. സ്കന്ദഗുപ്തൻ അധികാരത്തിലെത്തിയപ്പോൾ എതിരാളികൾ രാജ്യത്തിൻ്റെ പല അതിർത്തി മേഖലകളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. രാജ്യമേഖലയിലും പലയിടത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ അതിവേഗം സ്കന്ദഗുപ്തൻ തകർക്കുകയും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ശക്തി വീണ്ടും തെളിയിക്കുകയും ചെയ്തു. ആ സമയം 100 രാജാക്കന്മാർ അവരുടെ കൂറ് സ്കന്ദഗുപ്തനോടാണെന്ന നിലയിൽ കുമ്പിട്ട് വണങ്ങിയെന്ന് രേഖപ്പെടുത്തലുകളിൽ പറയുന്നുണ്ട്. അതിലൂടെ 100 രാജാക്കന്മാരുടെ രാജാവ് എന്ന വിശേഷണവും സ്കന്ദഗുപ്തന് വന്നു ചേർന്നു. AD 455 അധികാരത്തിലെത്തിയപ്പോൾ തന്നെ സ്കന്ദഗുപ്തന് വലിയ യുദ്ധങ്ങളെയും നേരിടാനുണ്ടായിരുന്നു. തൻ്റെ വഴികളിൽ പുഷ്യമിത്രരെ തോൽപ്പിച്ച് സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് കാത്ത സ്കന്ദഗുപ്തൻ അതിലൂടെ കഴിവുറ്റ ജനറലാണെന്ന് ലോകത്തിനു മുന്നിൽ കാട്ടിത്തന്നു. എന്നാൽ സ്കന്ദഗുപ്തനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായി നിലനിൽക്കുന്നത് ഹൂണരുടെ ആക്രമണ ശ്രമങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയതാണ്. അദ്ദേഹം രാജകുമാരനായിരിക്കെ തന്നെ ഹൂണരുമായി പോരടിക്കുന്നുണ്ട്. തുടർന്ന് അവരെ പരാജയപ്പെടുത്തുകയുമുണ്ടായി. എങ്കിലും നാൾക്കുനാൾ ശക്തി വർദ്ധിച്ച് ഹൂണർ ഗുപ്തയുടെ അതിർത്തി മേഖലകളിൽ അപകടകരമായി തന്നെ തുടർന്നു. നീണ്ടുനിന്ന യുദ്ധങ്ങൾ തന്നെ ഈ മേഖലയിൽ നടക്കുകയുണ്ടായി. AD 458-59 ഉത്തരമേഖലയിൽ വെച്ച് വലിയൊരു യുദ്ധമുണ്ടാവുകയും അതിശക്തമായി പോരാടിയ സ്കന്ദഗുപ്തൻ്റെ പട ഹൂണരെ തകർക്കുകയും ചെയ്തു. അതിലൂടെ ഗുപ്ത സാമ്രാജ്യത്തെ സംരക്ഷിക്കുകയും ഹൂണരുടെ ഇന്ത്യൻ മേഖലകളിലേക്കുള്ള വ്യാപനത്തെ തടയുന്നതിലും സ്കന്ദഗുപ്തൻ പരിപൂർണമായി വിജയിക്കുകയുണ്ടായി. ശക്തരായിരുന്ന ഹൂണരുടെ ആക്രമണം പിന്നീട് ഒരു 50 വർഷത്തേക്കെങ്കിലും ഗുപ്ത സാമ്രാജ്യത്തിന് നേരിടേണ്ടതായും വന്നില്ല എന്നതും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ശേഷിയെ എടുത്തുകാട്ടുന്ന ചില സൂചനകളാണ്. കാശിക്കടുത്ത ഭിതരി സ്റ്റോൺ പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ സ്കന്ദഗുപ്തൻ്റെ സൈനിക വിജയങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കന്ദഗുപ്തന് ദേവരാജ എന്ന പേരും കാണാം. ദേവരാജ എന്നത് മുത്തച്ഛനായ ചന്ദ്രഗുപ്തൻ രണ്ടാമനും ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ വിക്രമാദിത്യ എന്ന പേരും സ്കന്ദഗുപ്തനും ചേർക്കപ്പെട്ടിട്ടുണ്ട്. പിതാവായ കുമാരഗുപ്തന് മഹേന്ദ്ര എന്ന പേരും കാണാം. ഇതൊക്കെ തന്നെയും ഇന്ദ്രൻ്റെ പേരുകളാണ് എന്ന കാര്യം കൂടി ഓർക്കുക. ഏതായാലും സ്കന്ദഗുപ്തന് ഗുപ്ത സാമ്രാജ്യത്തിലെ അവസാനത്തെ ശക്തനായ ഭരണാധികാരിയായി കണക്കാക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം സാമ്രാജ്യം അതിൻ്റെ ശക്തി നിലനിർത്തുകയും പ്രൗഢിയും വികസനവും വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഹൂണരുമായുള്ള പോരാട്ടങ്ങൾക്കിടെ വാകാടകർ മാൽവ പ്രദേശം തിരിച്ചുപിടിച്ചതായി ചില രേഖപ്പെടുത്തലുകളുണ്ട്. എങ്കിലും സ്കന്ദഗുപ്തനുമായി പോരടിച്ച് മാൽവാദേശം കീഴടക്കിയതാണ് എന്ന രീതിയിൽ എവിടെയും രേഖപ്പെടുത്തലുകളില്ല. സ്കന്ദഗുപ്തൻ മുന്നിൽ നിന്ന യുദ്ധങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്ന് കാണാം. രാജകുമാരനായിരിക്കെ തന്നെ നിർണായകമായ ദൗത്യങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈനിക മികവ് ഏതായാലും നിർണായക സമയത്ത് ഗുപ്ത സാമ്രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിന് കാരണമായി. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും 100 രാജാക്കന്മാരുടെ രാജാവ് ആയതിലൂടെയും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ പ്രൗഢി കൂടുതൽ വികസിപ്പിക്കുന്നതിനും സ്കന്ദഗുപ്തന് സാധിച്ചിട്ടുണ്ട്.
പഴയകാലത്തെ രേഖപ്പെടുത്തലുകളിൽ തന്നെ കഴിവുറ്റ ഭരണാധികാരിയായും സൈനിക കമാൻഡറായും രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയ ഭരണാധികാരിയായും ഒക്കെയുള്ള വിശേഷണങ്ങളൊക്കെ കാണാം. ഹൂണരെ തകർത്തതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാരും സ്കന്ദഗുപ്തന് നിർണായകമായ സ്ഥാനം ചരിത്രത്തിൽ നൽകുന്നുണ്ട്. അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരിയാണെന്നും ലളിതമായ ജീവിതം നയിക്കുന്ന എല്ലാ മേഖലകളെയും ഒരുപോലെ നോക്കുന്ന ഒരാളാണെന്നും ഹയാൻ സാങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നളന്ദ മേഖലയിൽ ബുദ്ധ നിർമ്മിതികൾക്ക് സഹായം നൽകിയതായും കാണാം. നളന്ദ സർവകലാശാലയുടെ നിർമ്മാണത്തിനും സ്കന്ദഗുപ്തൻ നിർണായകമായി നിലകൊള്ളുകയുണ്ടായി. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏതായാലും മികച്ച കമാൻഡറായും ഭരണാധിപനായും സ്കന്ദഗുപ്തനെയും അടയാളപ്പെടുത്തുന്നു. ശക്തരായ ഗുപ്ത ചക്രവർത്തിമാരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ച ആരംഭിക്കുന്നത് എന്നതും നിർണായകമായ ഒരു കാര്യമാണ്. സ്കന്ദഗുപ്തൻ്റെ ഭരണകാലം 455 മുതൽ 467 വരെയായ 12 വർഷങ്ങളാണ്. ഈ കാലയളവിന് ശേഷം കഴിവുറ്റ ചക്രവർത്തിമാർ ഇല്ലാതെ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് കോട്ടം തട്ടാൻ ആരംഭിക്കുകയും ചെയ്തു.